ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജുവിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന കാര്യം പറയാൻ വേണ്ടി വീട്ടിലെത്തുന്ന രാഹുലിനെയും കാണുന്ന വിവേകാണെങ്കിൽ രാഹുലും വർഷയും കൂടി എന്തോ തെറ്റായ ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ അത് കാരണം വർഷയോടൊപ്പം വയനാട്ടിലേക്ക് പോകാൻ വിവേകിന് താല്പര്യമില്ലെന്ന് വിവേക് തറപ്പിച്ച് പറയുന്നു. എന്നാൽ വസുന്ധരയുടെ നിർബന്ധപ്രകാരം വർഷയോടൊപ്പം വയനാട്ടിലേക്ക് വിവേകും പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ രാഹുൽ അഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന സമയത്താണ് വിവേക് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ സമയത്ത് വിവേക് തെറ്റിദ്ധാരണകൾ കൊണ്ട് വർഷയെ ഓരോന്നും പറഞ്ഞിരുന്നു. അത് കാരണം വർഷ വിവേകിനോടൊപ്പം വയനാട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ബാഗ് എടുത്തുകൊണ്ട് പോകുന്ന സമയത്താണെങ്കിൽ വയനാട്ടിലെത്തുമ്പോൾ ചന്ദ്രനും രാഘവനും കാണും. അതുകൊണ്ട് ഹെൽപ്പിന് ഞാനും കൂടി ഉണ്ടെങ്കിലേ പറ്റുമെന്ന് വർഷയെ പറഞ്ഞ് ബോധിപ്പിക്കുന്നുണ്ട്. ഒരു ഡ്രൈവറായി കണക്കാക്കി അത് ഞാനും കൂടി വരാമെന്ന് വിവേക് പറയുമ്പം വർഷ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ വർഷയുടെ ബാഗ് വിവേക് കൊണ്ടുപോയി കാറിലൊക്കെ വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അഞ്ജുവും രാഹുലും ആണെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് തിരിച്ചു പോകുന്ന സമയത്താണെങ്കിൽ ഏതോ സാധനം വാങ്ങാൻ പോയ മല്ലികയാണെങ്കിൽ അഞ്ജുവും രാഹുലും ഓടി പോകുന്നത് കാണുന്നുണ്ട്. എന്നാൽ ആരാണ് മുന്നിലിരിക്കുന്നതെന്ന് വ്യക്തമാവാത്ത മല്ലിക പെട്ടെന്ന് വീട്ടിലെത്തി വസുന്ധരയോട് കാര്യം പറയാനായിട്ട് ഓടി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വസുന്ധരയും അഭിരാമിയും കൂടെ കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് വീട്ടിലെത്തിയ മല്ലിക വസുന്ധരയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും വസുന്ധര ആദ്യം അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. വസുന്ധര അഭിരാമി അത് ചിരിച്ചു തള്ളുകയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പം മല്ലിക താൻ കണ്ട കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ വസുന്ധരയെ പറഞ്ഞ് മനസ്സിലാക്കുകയും കൂട്ടത്തിൽ ആ രാജ്കുമാറിനെ പോലെ വസുന്ധര മേഡത്തിന് ഇനിയും അബദ്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മേഡത്തിനെ എല്ലാവരും കൂടി പറ്റിക്കുകയാണ്. മേഡം ഇനി അതിന് നിന്നു കൊടുക്കരുതെന്ന് മല്ലിക പറയുന്ന കേട്ടപ്പം വസുന്ധര പെട്ടെന്ന് ഫോൺ എടുത്ത് വർഷയെ വിളിച്ച് കാര്യം തിരക്കുന്നുണ്ട്. അന്നേരം വർഷ ആദ്യം പറയുന്നുണ്ട് അഞ്ജു അവരോടൊപ്പം ഇല്ലെന്ന സത്യം ആദ്യം പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ സൈഡിൽ കൂടി മല്ലിക പറയുന്നത് കേൾക്കുന്നുണ്ട്. മല്ലിക പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മേഡം അവർ രണ്ടുപേരും കൂടി പോകുന്നത് ഞാൻ കണ്ടതാണെന്ന്, ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് വർഷ പറയുന്നുണ്ട് അഞ്ജു വിവേകും കൂടി ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയിരിക്കുക, അതാണ് എൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും നൈസായിട്ട് തൽക്കാലം അതിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് അത്ര വ്യക്തതയില്ലാത്ത വസുന്ധരയാണെങ്കിൽ ഉടനെ എന്നെ വിവേകിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയം മല്ലിക പറയുകയും ചെയ്യുന്നുണ്ട് വിവേകാണെങ്കിൽ കള്ളം പറയില്ല, സത്യം മാത്രമേ പറയൂ, അതുകൊണ്ട് വിവേകിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം വ്യക്തതയായിട്ട് പറയുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയെങ്കിലും വിവേകിനെ വിളിക്കുമ്പം ഫോൺ ബെല്ല് കേൾക്കുന്ന സമയത്ത് എടുക്കാനൊരുങ്ങുന്ന സമയത്ത് ഓടിച്ചെന്ന് വർഷ പറയുന്നുണ്ട് ഫോൺ എടുക്കല്ലേ, ഇതുപോലെ എന്നെ വസുന്ധര വിളിച്ച് ഓരോന്നും ചോദിച്ചു, അത് വ്യക്തത വരുത്താൻ വേണ്ടിയാണിപ്പം വിളിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ കാര്യം കേൾക്കുന്ന വിവേക് പറയുന്നുണ്ട് മല്ലിക ആൻറ്റി നമുക്ക് തന്നത് 8ൻ്റെ പണിയാണ്, ഇനി മമ്മി ഉടുമ്പിൻ്റെ കണക്ക് നമ്മുടെ പിന്നാലെയൊന്നും മാറില്ലെന്നും പറഞ്ഞുകൊണ്ട് വിവേക് പറയുന്നുണ്ട് എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ച് തൽക്കാലം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറാം, പക്ഷേ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് എനിക്ക് ഊണ് മേടിച്ച് തരണമെന്ന് പറയുന്നുണ്ട്. ഊണെന്ന് പറയാൻ തുടങ്ങുന്ന കേൾക്കുമ്പം വർഷ എന്തോ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട് അതൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുമ്പം താൻ എന്തോ ഉദ്ദേശിച്ചെന്ന് വിവേക് ചോദിക്കുന്നുണ്ട്. അന്നേരം വർഷ പറയുന്നുണ്ട് ഞാൻ വേറെന്തോ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട് എന്നെക്കാട്ടിയും കൂടുതലായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് തനിക്കറിയാമെങ്കിൽ അതെന്തുവാന്ന് പറയാൻ പറയുന്നുണ്ട്. ആ സമയത്ത് പിന്നെയും വസുന്ധര ഫോൺ വിളിക്കുന്ന കാരണം ആ സമയത്ത് വിവേക് പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഇപ്പം അഞ്ജുവിനെ ഫോൺ വിളിച്ചിട്ട് അവളോട് പറയാം എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുവാണെന്ന് നീ പറയാം. അങ്ങനെ കുറേ പ്രാവശ്യം അഞ്ജുവിനെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും അഞ്ജു ഫോൺ എടുക്കുന്നില്ല. ബൈക്ക് യാത്ര ചെയ്യുമായതുകൊണ്ട് ഫോൺ എടുക്കാൻ സാധിച്ചില്ല. പിന്നീട് ബെല്ല് സഹിക്കാൻ വയ്യാതെ അഞ്ജു ബൈക്ക് സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം വർഷയും വിവേകും പറയുന്നത് കേട്ടിട്ട് അഞ്ജുവിന് പെട്ടെന്ന് ടെൻഷൻ ആവുന്നുണ്ട്. അന്നേരം വിവേക് പറയുന്നുണ്ട് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് വിവേക് ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഫുഡ് കഴിക്കാൻ പോയിരുന്നതാണ്, ആ സമയത്ത് ബാത്റൂമിൽ പോയതുകൊണ്ടാണ് ഫോൺ എടുക്കാഞ്ഞത്. അന്നേരം വസുന്ധര പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ അഞ്ജുവിന് ഫോൺ എടുത്തുകൂടായിരുന്നു എന്ന് നോക്കുമ്പോൾ അഞ്ജു അന്നേരം പറയുന്നുണ്ട് വിവേകിൻ്റെ ഫോൺ ആയതുകൊണ്ട് ഞാൻ എടുക്കാഞ്ഞതാണ്, വേറൊരാളുടെ ഫോൺ എടുക്കുന്നത് എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല, അത് തെറ്റാണെങ്കിൽ ഇനി ഞാൻ അത് ആവർത്തിക്കത്തില്ലെന്ന് പറയുമ്പം വസുന്ധര പറയുന്നുണ്ട് അതൊരു തെറ്റും അല്ലെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മല്ലികയും അഭിരാമിയും വസുന്ധരയും ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, കാണാത്ത കാര്യങ്ങൾ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ എത്രയും പെട്ടെന്ന് ജോലിയിൽ നിന്ന് പിരിച്ചു വിടുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് മല്ലികയാണെങ്കിൽ താൻ കണ്ട കാര്യം എല്ലാവരെയും ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഓടിച്ചെന്ന് ശിവനന്ദയോട് കാര്യം പറയുന്നുണ്ട്. ശിവനന്ദയാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അഭിരാമി എന്ന് പറയുന്നുണ്ട് ഇന്നലെ കാണാത്ത കള്ളനെ കണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വർഷയെപ്പറ്റി ഓരോന്നും പറയുന്നത് ഇത് നമ്മളെ തങ്ങളി അടി കൂടിക്കാനുള്ള ഇവരുടെ പ്ലാനാന്ന് പറയുമ്പം ശിവനന്ദയെ അത് കേട്ട് വിശ്വസിക്കുന്നുണ്ട്. ആ സമയത്ത് മല്ലിക പറയുന്നുണ്ട് നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഇതിൻ്റെ കൃത്യത വരുത്തുന്നത് വരെ ഞാൻ എന്തുവാന്ന് കണ്ടുപിടിക്കാൻ ചെയ്യുമെന്നും മല്ലിക പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ശിവനന്ദയ്ക്ക് തോന്നുന്നുണ്ട് ഇതിലെന്തോ കാര്യമുണ്ടെന്ന് ശിവനന്ദയും വിചാരിക്കുന്നുണ്ട്.
വയനാട്ടിലേക്ക് പോയ അഞ്ജു അവരോടൊപ്പം അല്ലെങ്കിൽ പിന്നെ എവിടെ പോയെന്ന് ശിവനന്ദ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.